വാളയാർ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായ ഹർജി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന MG സോജന് സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകിയതിനെതിരായ ഹർജിയാണ് തള്ളിയത്. IPS കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകിയത്. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വാളയാർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന MG സോജന് IPS കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. ഈ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മരിച്ച പെൺകുട്ടികളുടെ അമ്മ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് നിലവിൽ തള്ളിയിരിക്കുന്നത്. നേരത്തെ ഈ സത്യസന്ധതാ സർട്ടിഫിക്കറ്റിന്റെ തുടർ നടപടികൾ ഈ ഹർജിയുടെ തീർപ്പിന് വിധേയമായിരിക്കുമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതാണ്. സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നൽകിയതെന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടുള്ള അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. പക്ഷേ പെൺകുട്ടികളുടെ അമ്മ നൽകിയിട്ടുള്ള ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് നിരവധി കേസുകൾ നിലവിൽ MG സോജനെതിരെയുണ്ട്. ആ പ്രോസിക്യൂഷൻ നടപടികൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് അഥവാ സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകിയത്. ഈ നടപടി നിയമവിരുദ്ധമാണ്. മാത്രമല്ല, ഈ വാളയാർ കേസിലെ ഇരയായ പെൺകുട്ടികൾക്കെതിരെ നടത്തിയ പരാമർശം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും നിലവിലുണ്ട്. അത് സുപ്രീം കോടതിയിലടക്കം അതിന്റെ കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് MG സോജന് IPS കൺഫർ ചെയ്ത് കൊടുക്കരുത് എന്നുള്ളതായിരുന്നു ഈ ഹർജിക്കാരിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഹൈക്കോടതി ആ ആവശ്യം അതോടൊപ്പം തന്നെ ഹർജിയും തള്ളിയിരിക്കുകയാണ്. സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് MG സോജന് നൽകിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി ശരിവെച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ചിന്റെ ഇടപെടൽ. രേഷ്മ, ഇതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? സ്വാഭാവികമായിട്ടും ഇനി സർക്കാരിന് ഈ IPS കൺഫർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം. കാരണം സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അത് ഈ IPS കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള നടപടികൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മുന്നോട്ട് പോകും. എന്തായാലും ഇതിലൊരു താൽക്കാലികമായിട്ടുള്ള ഒരു അനിശ്ചിതാവസ്ഥ നിലനിന്നിരുന്നു. കാരണം ഈ ഹർജിയിലെ തീർപ്പിന് വിധേയമായിട്ടായിരിക്കും ഈ ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റിന് തുടർ നടപടികൾ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇനി അതിന് ഒരു അന്തിമ തീർപ്പ് ഇന്ന് ഉണ്ടായി. എന്തായാലും ഹർജി തള്ളിയിരിക്കുന്നു. ഇനി മറ്റ് നടപടികളുമായിട്ട് സർക്കാരിന് മുന്നോട്ട് പോകാം.